1500 രൂപ കലക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ഒന്ന് കെഞ്ചി. അല്ല, ഞാൻ അറിയാൻ ചോദിക്കാം, ഈ സ്വത്ത് എന്തിനു വേണ്ടി ലഭിച്ചത്? ഇവിടെ കല്യാണം കഴിക്കണം, അതിന് ചാവടി നടത്താം. ഇങ്ങനെ കാട്ടിന് വലിയ കാര്യമൊന്നുമില്ല. കുടുംബസ്നേഹം ഇല്ലാത്തവരെ പറ്റി വെറുതെ സംസാരിക്കുന്ന എന്തിനാ ചന്ദ്രേട്ടാ? മുത്തശ്ശിയാണോ ഇവിടുത്തെ ഗൃഹസ്ഥ, അതോ വേറെ വല്ലവരും? മുത്തശ്ശിയുടെ ഒരു വാക്കാവൻ ചോദിച്ചോ ഈ സ്വത്ത് വിൽക്കുന്ന സമയത്ത്? ആ സ്വത്ത് പണം വെച്ച് എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നെങ്കിൽ അവന്റെ പെങ്ങളും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു പോയിന്. അറിയോ? എന്നോട് ആരും ഒന്നും ചോദിക്കാറില്ല ചന്ദ്ര. ചോദിക്കുക മാത്രമല്ല, പറയും ചെയ്യില്ല. മുത്തശ്ശിക്ക് അറിയോ, അവന്റെ ഫാക്ടറിയിലെ സ്ട്രൈക്ക് നടത്തുക, അടുത്ത അവന്റെ ജോലിയും പോവും. ആ മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രാമ 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 ജപിച്ചോണ്ടിരുന്നാ മതി. എന്താ എന്താ ഇവിടെ? പറയാ, നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറയുന്നതിനാണല്ലോ ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. നീ നിന്റെ ചേച്ചിക്ക് എത്ര പവന്റെ ആഭരണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? എടോ, നീ ഒരു സാരി അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചന്ദ്രേട്ടാ, നിങ്ങൾ അവനോട് സംസാരിക്കണ്ട. അല്ല, സംസാരിക്കട്ടെ. ഭാര്യയും കുട്ടികളെയും പോറ്റാൻ കഴിവില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പോകരുത്. മുത്തശ്ശിയോട് ചുമ്മാരിക്കണം. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ സ്വർണവും സാരിയും. നിങ്ങൾ എത്ര വേണ്ട സ്വർണവും സാരിയും ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. തറവാട്ടിലൊരു മുതല് കൈമാറ്റം ചെയ്യുമ്പോ അതിന്റെ അവകാശം അറിയണ്ടേ? ഏത് മുതല്? ആര് കൈമാറ്റം ചെയ്തു എന്നാ പറയുന്നത്? അതെയോ, പൊട്ടും കളിക്കരുത് കേട്ടോ. നീ 8 സെന്റ് വെച്ചില്ലേ നിന്റെ ഇഷ്ടത്തിന്? ഓഹോ, അതാണോ കാര്യം? ആ, അത് തന്നെ. ഞാൻ കടം വാങ്ങിച്ചു അധ്വാനിച്ചു ഉണ്ടാക്കിയ സ്ഥലം വിൽക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. ആണ് എനിക്ക് ഉള്ളത്. പിള്ളേരെ പുസ്തകങ്ങളൊക്കെ എടുത്തോണം. പോവാം. അമ്മ, നമ്മൾ എങ്ങോട്ട് പോണേ? നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്. അപ്പൊ ഇത് നമ്മുടെ വീടല്ലേ? അയ്യ, ഇത് നമ്മുടെ വീട്ടിൽ ഒരു ഒറ്റ വീക്കം കയറും. പറയുന്ന അനുസരിച്ചാ മതി. ബാഗൊക്കെ എടുത്തോട്ടെ. നീ കൂടെ ഇറങ്ങി വരുന്നുണ്ടോ? ഒന്ന് ക്ഷമിച്ചൂടെ എന്റെ ചന്ദ്ര? ഇനി വൈകി മുത്തച്ഛി, ഒരു അടിയനോട് പറഞ്ഞ വർത്തമാനാവാൻ എന്നോട് പറഞ്ഞത്. ഒന്നിന് നാളെ പെങ്ങൾക്ക് ചോറ് കൊടുക്കണ്ടവന്നല്ലേ അല്ലേ? മാത്രം എന്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ എന്റെ മോനെ. ചേച്ചി, ഈ കുട്ടികളെങ്കിലും ഇവിടെ നിൽക്കട്ടെ ചേച്ചി. അവരുടെ പഠിത്തം. ഓ, അവരത്രയൊക്കെ പഠിച്ചാ മതി ബാല. കഴിവില്ലാത്തവരല്ലേ. നടക്കും പിള്ളേരെ. ചന്ദ്രേട്ട, പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ചന്ദ്രേട്ടൻ ഏതായാലും അന്തസ്സില്ലാത്തവനല്ലേ. പക്ഷെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവും കുട്ടികളുമാ. ചേച്ചിയുടെ ഭർത്താവ് ഇത്രയും കാലം എവിടെയായിരുന്നു? 8 സെന്റ് പോയെന്നറിഞ്ഞപ്പോ ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലേ? വെറുതെ അല്ലേ അവിടെ തന്നെ തിരിഞ്ഞു നോക്കാത്തെ? മൂക്ക് പല്ലു മുളയ്ക്കുന്നവരെ നീയൊക്കെ അവിടെ തന്നെ ഇരിക്കും. സ്വഭാവതല്ലേ? എന്താ നോക്കിയേക്കണ്? അറിയാൻ കൂടി ഇനിങ്ങനെ കേട്ടിട്ട് ഒറ്റടി ഇവിടെ പടിയോ ഇവിടെ പടി ഇവിടെ കൂടുന്നോ ഇറങ്ങണേ. ബാലേട്ടനോട് അച്ഛന്റെ സ്നേഹപ്രകടനമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അനിത എന്തായി പറയുന്നത്? അല്ലെങ്കിൽ തന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ പറ്റുക? ഓരോ മാസവും സ്വന്തം ചെലവ് തന്നെ ഒപ്പിച്ചുള്ള പാട് എനിക്കറിയാം. അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത്. അച്ഛൻ എറണാകുളത്ത് പോയിട്ട് 4 ദിവസമായി. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണത്രേ. ഈ മാസം ശമ്പളം കിട്ടിയപ്പോ എന്നോട് 1 രൂപ പോലും ചോദിച്ചില്ല. ഏതെങ്കിലും പരിചയക്കാരോ പഴയ സുഹൃത്തുക്കളോ മറ്റോ സഹായിച്ചിരിക്കും. ബാലേട്ടൻ എന്നോട് നുണ പറഞ്ഞതാണെന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായാൽ എനിക്ക് വളരെ വിഷമം ഉണ്ടാവും. അയ്യേ, അതിന് ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ. വരും, നമുക്ക് കാപ്പിടിക്കാം. എനിക്ക് വേണ്ട. ബാലേട്ടൻ അച്ഛൻ എത്ര രൂപ കൊടുത്തു? എന്താ ഇത്? ബാലേട്ടന്റെ 8 സെന്റ് സ്ഥലത്ത് വേറെ ആള് പണിയെടുപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കാരണമാണ് ബാലേട്ടൻ എന്റെ അച്ഛനെ പരിചയപ്പെടേണ്ടി വന്നത്. എന്തൊക്കെ പ്ലാനുകളായിരുന്നു. ഇനിയിപ്പോ 2 നിലയുള്ള വീട് എവിടെയാ കെട്ടാൻ പോകുന്നത്? അതൊക്കെ ഞാൻ കെട്ടും.
സമരം തീർന്നോ? ഇന്നലെ തീർന്നല്ലോ. ആഹാ. കണ്ണേട്ടാ, ഗുഡ് മോർണിംഗ്. യൂണിയനുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായി. ബാലിന് വേണ്ടി ഞാൻ വളരെയധികം വാദിച്ചു നോക്കി. ഒടുവിൽ എന്റെ ജോലി പോകുന്ന ഘട്ടം വന്നു. എനിക്കുമുണ്ടല്ലോ ബാല ഒരു കുടുംബം. ഇന്നലെ ബാലേട്ടൻ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അച്ഛൻ വല്ലതും ചോദിച്ചോ? എന്ത് ചോദിക്കാൻ? ബാലേട്ടന്റെ ജോലി പോയി. എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. ഓഫീസിൽ എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടോ? അതിക്രമം കാണിച്ചത് ബാലേട്ടനല്ല. ജോലി പോയെങ്കിലും വേറെ ജോലി ശരിയാക്കാം. തൽക്കാലം വല്ല സഹായം വേണമെങ്കിൽ അതും ചെയ്യാം. ബാലേട്ടന് ആരുടെ സഹായം സഹതാപം ഒന്നും വേണ്ട. സ്വന്തമായൊരു വീടുണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. 8 സെന്റ് സ്ഥലം എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അച്ഛൻ മറന്നിട്ടില്ലല്ലോ. എങ്ങനെ നഷ്ടപ്പെട്ടു? അവനെന്ത് പറഞ്ഞു? അച്ഛനൊന്നും അറിയില്ല അല്ലേ? നീ എന്നെ വിസ്തരിക്കാൻ വന്നാണോ? ഓ, വലിയ ഉദ്യോഗസ്ഥയാണല്ലോ. സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കുന്ന അഹങ്കാരമായിരിക്കും. അനുജേ, നീ ആദ്യപ്പോ അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. അച്ഛൻ അത്ര പെട്ടെന്ന് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ. പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാവും ബാലേട്ടന് 8 സെന്റ് വാങ്ങിച്ചത്. എന്താ നിന്റെ ഭാവം? അനുജേ, നിന്നോടല്ലേ ആദ്യ പോകാൻ പറഞ്ഞത്? കുറച്ച് വിഷമമുണ്ടമ്മേ. എല്ലാം അറിഞ്ഞിട്ടും വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ അച്ഛന് തോന്നിയില്ലല്ലോ. അവൻ അന്തസ്സുണ്ടായിരുന്നെങ്കിൽ പരാതി പറയേണ്ടത് നിന്നോടല്ല. അച്ഛന് തെറ്റി. ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല. അച്ഛനും ബാലേട്ടന്റെ മനസ്സ് കാണാൻ ചിലപ്പോ ഈ ജന്മം മതിയെന്ന് വരില്ല. മിണ്ടിപ്പോകരുത്. അധികം പ്രശ്നം. നീ ആദ്യ പോ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. ഭർത്താവിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതുപോലെ നോക്കിയും കണ്ടും ഒക്കെ ജീവിച്ചോളൂ. മുത്തശ്ശിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതെന്നോട് പറയണോ മോനെ? ദേവി, ബാലേട്ടൻ സ്റ്റേഷനിലേക്ക് വരണ്ട. അതെന്താ? ഒന്നുമില്ല, ബാലേട്ടൻ വരണ്ട. അതെങ്ങനെയാ? നാരായണൻകുട്ടി കൊല്ലാൻ തോന്നില്ലേ? അവിടെ വെച്ച് യാത്ര ചോദിക്കാൻ എനിക്ക് പറ്റില്ല ബാലേട്ട. ദയവേത് ബാലേട്ടൻ വരരുത്. എന്താ ഇത്? നീ സന്തോഷിക്കല്ലേ വേണ്ടത്. നാരായണൻകുട്ടിക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട്. ബാലേട്ടന്റെ കല്യാണം രജിസ്റ്റർ ഓഫീസിലൊന്നും വെച്ച് നടത്തിയ പോരാ, എല്ലാവരും അറിയിക്കണം, ആർപ്പാടായിട്ട് നടത്തണം. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല ഞാൻ നടത്താൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സാധിച്ചില്ല മോളെ. എന്നോട് അതൊക്കെ പ്രത്യേകിച്ച് പറയണോ ബാലേട്ട? സമയായി, ഇറങ്ങട്ടെ. ദേവി, എന്റെ കയ്യില് ഇപ്പൊ ഇതേ ഉള്ളൂ. എനിക്കെന്തിനാ കാശ്? അല്ല, വെച്ചോളൂ. അവിടെ ചെന്നിട്ട് നിനക്കതിന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളില്ലേ? ഇപ്പോ കൺമഷി വാങ്ങിക്കുക, ശാന്ത് വാങ്ങിക്കുക, പൗഡർ വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാരായണൻകുട്ടി ബുദ്ധിമുട്ടിക്കണ്ട. വാ. ഞാനേ സ്റ്റേഷനിലേക്കില്ല നാരായണൻകുട്ടി. നീ വരണ്ട, വെറുതെ അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ. മോളെ, ഏട്ടനൊരു ജോലി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താ മുത്തശ്ശി ഇത്? എനിക്കൊരു ജോലി കിട്ടാനാ പ്രയാസം? ശരി, വെക്കോളൂ. വന്നേ. ഒക്കെ ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവന് വേണ്ടി എത്ര പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു, എത്ര ആലോചനകൾ നടത്തിയിരിക്കുന്നു. മുമ്പിലിരുത്തി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. അമ്മയുടെ മകൻ
എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് മുതല് കേസിനാവട്ടെ മറ്റു കാര്യങ്ങൾക്കാകട്ടെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഗണപതിയും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിനും കാരണം ഞാനാണത്രേ. എവിടെ അനിതി? എവിടെ? ചായ അവളോട് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? അവള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഓ, അത് കൊള്ളാം. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ പറഞ്ഞില്ലേ? എല്ലാം ഞാൻ പറഞ്ഞതാ. ചിലപ്പോ ലീവ് കിട്ടി കാണില്ല. ഓ, കിട്ടിയില്ലെങ്കിൽ വേണ്ട നോക്കണം. പഠിച്ച സ്ഥിതിക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് അയച്ചതാ. പിള്ളേരോട് ഒച്ച വെച്ച് ശരീരം ക്ഷീണിപ്പിക്കാം, അത്രയേ ഉള്ളൊരു ഗുണം. ഇനിയിപ്പോ റിസൈൻ ചെയ്തോട്ടെ. ഇവന്റെ ഭാര്യ ജോലി ചെയ്തുകൊണ്ട് വരുന്ന കാശിന്റെ ആവശ്യം ഇപ്പൊ ഏതായാലും ഞങ്ങൾക്കില്ല. എന്താ ബാല, തന്റെ ജോലി പോയല്ലേ? ശമ്പളം തരുന്ന മുതലാളിമാരെ ദ്രോഹിക്കാൻ നടന്നാൽ ഇങ്ങനെ ഇരിക്കും. കാപ്പി കഴിക്കൂ. മുഴുവനുമുണ്ട്. കണ്ടു പറഞ്ഞവനോടെ കടം കൊള്ളാവൂ എന്ന് പറയാറുണ്ട്. എനിക്ക് അബദ്ധം പറ്റിയതാ. എന്റെ അബദ്ധം? ബാലനോട് ഞാൻ കടം വാങ്ങിയില്ലേ, അത് തന്നെ അബദ്ധം. എന്റെ മകൾ എന്നോട് വഴക്കിന് വന്നു. ഞാൻ അനിതയോടൊന്നും പറഞ്ഞില്ല. വിശദീകരണം വേണ്ട. ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നായാലും തരാൻ ബാധ്യസ്ഥനാണ് ഞാൻ. എത്രയും വേഗം കടങ്ങളൊക്കെ തീരുന്നതാണ് നല്ലത്. ദാ. അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല അമ്മേ. ബാല, അനിതയ്ക്ക് ചില നല്ല ആളുകളൊക്കെ നടക്കുന്നുണ്ട്. ഒക്കെ ഈശ്വരാനുഗ്രഹം. ബാലൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നും പോയിരുന്നാൽ ആളുകൾ അതും ഒക്കെ പറയാൻ തുടങ്ങും. അമ്മേ, സ്വന്തം മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കില്ലേ ബാല? ഞാൻ ഇനി ഇവിടെ വരില്ലമ്മേ. എനിക്ക് എന്റെ രൂപ കിട്ടിയില്ലേ? നിങ്ങൾ എന്റെ കടം തീർത്തില്ലേ? ഇനി ഞാൻ എന്തിനാ ഇവിടെ വരുന്നത് അല്ലേ? ശരി. ബാലന്റെ ജോലി പോയവരറിഞ്ഞു. വിഷമിക്കണ്ട. എറണാകുളത്തൊക്കെ നല്ല പിടിപാടാണത്രേ വക്കീലിന്. ഈ ബന്ധം ശരിയായാൽ വക്കീലിനോട് പറഞ്ഞ് നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാം. ബാലേട്ടൻ എപ്പോ വന്നു? പോവാണോ? സ്കൂൾ വിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ ബാലേട്ടനെ നോക്കി. ആ വരുന്നേ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. രൂപ കിട്ടി. എല്ലാ കടങ്ങളും തീർന്നെന്ന് അച്ഛൻ പറയുകയും ചെയ്തു. ഞാൻ പോന്നു. നിക്കു ബാലേട്ടാ. അല്ലേ? രാമകൃഷ്ണന്റെ അമ്മ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്താമ്മ ഉണ്ടായത്? ആ, നീ വരാൻ വൈകിയതിന് അച്ഛൻ വഴക്ക് പറയായിരുന്നു. ബാലേട്ടനും അച്ഛനും തമ്മിൽ ഇവിടെ എന്തുണ്ടായെന്നാ ചോദിച്ചത്. ഇവിടെ എന്തുണ്ടാവും? ആ, കട വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തു, അത്ര തന്നെ. എടേ, ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. രാമകൃഷ്ണൻ അമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? ഒന്ന് മിണ്ടാൻ വരും പയ്യ നിനക്ക്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. 700 രൂപ ശമ്പളം വാങ്ങിക്കും. നിനക്ക് എന്താ അടിത്ര അഹങ്കരിക്കാൻ? എനിക്ക് ശമ്പളം ഒത്തിരി കുറവാണേലും പണക്കാരനായ അച്ഛന്റെ മോളല്ലേ ഞാനിപ്പോ. നീ അധികം സംസാരിക്കണ്ട. ചെല്ല്, രാമകൃഷ്ണൻ അമ്മയെടുത്ത് ചെല്ല്. ഒരു കൃഷ്ണന്റെ അമ്മ എനിക്കിപ്പോ കാണണ്ട. അനിതേ, കുറച്ച് കൂടുതൽ ധിക്കാരം. പണമില്ലാതിരുന്നപ്പോ നിങ്ങൾക്ക് മനുഷ്യരെ കണ്ടാ തിരിച്ചറിയുമായിരുന്നു. ബാലേട്ടനെ വേദനിപ്പിച്ചതിന് ദൈവം ശിക്ഷിക്കു വെച്ചാ. ഏതാടി ഈ ബാലേട്ടൻ? നിന്റെ ആരാവൻ? ജോലിയും കൂലിയില്ലാത്ത അവനുമായിട്ട് നിനക്കെന്താടി കാര്യം? എന്നു മുതലാ ബാലേട്ടൻ ഒന്നിനും കൊള്ളാത്തവനായത്?
ഒന്നും പറയണ്ട. നിന്നെ കൊണ്ട് ഇത്രയും പറയിക്കനാക്കിയ ഞാനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ബാലഗോപാല, എന്തോ നാടാ നീ കിടന്ന് ആലോചിക്കുന്നു? ഏയ് ഒന്നുമില്ല മുത്തശ്ശി. തറവാട് വക ഭൂമി നാഥനില്ലാണ്ടല്ലയോ കിടക്കണത്. സർപ്പശാപം കളിതമാശ അല്ല കുഞ്ഞേ. അവിടെ കാഞ്ഞിരത്തറയിൽ ഒരു കാവ് കെട്ടി സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താൻ ഇതുവരെ ആരും കൂട്ടാക്കിയില്ലല്ലോ. കഴുത്തിലും കാതിലും നിറയെ എടുത്താ പൊങ്ങാത്തത്ര സ്വർണ്ണാഭരണങ്ങളുമായിട്ടാ നിന്റെ അമ്മ സാവിത്രി വീട്ടിൽ കയറി വന്നത്. അവിടെ മോൾ ഇന്നലെ എങ്ങനാ പടിയിറങ്ങിപ്പോയത്? ഭഗവാനെ കാത്തുരക്ഷിക്കണേ. എല്ലാം എന്റെ കുറ്റാ മുത്തശ്ശി. ഞാൻ കൊല്ലരാത്തനായി പോയി, അതുകൊണ്ടാ. എന്നാണോ ബാലഗോപാല ഞാൻ പറഞ്ഞു? ദേവി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നീ ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്ന്. നേരാണോടാ? മുത്തശ്ശി, ഞാൻ സ്വല്പം നേരം സൂര്യായിട്ട് കിടന്നോട്ടെ. ബാലേട്ടന്റെ എല്ലാ വിഷമങ്ങൾക്കും കാരണം ഞാനാണെന്നറിയാം. എന്നാര് പറഞ്ഞു? വിഷമങ്ങളൊക്കെ ഞാൻ തന്നെ ക്ഷണിച്ചു വരുത്തിയതല്ലേ, അതിൽ മറ്റാർക്കും പങ്കില്ല. അല്ല പിന്നെ ആര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്? എനിക്കറിയാം. അച്ഛനും അമ്മയും നിർബന്ധിച്ചാൽ ഉടനെ ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ബാലേട്ടാ, അനിത എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അത്രമാത്രം എന്നെ വെറുത്തു ബാലേട്ടാ? അനിതയുടെ അമ്മ എന്നും വായിക്കുന്ന മൂന്നാം കിട പൈങ്കിളി കഥകളിലെ നായകനല്ല ഞാൻ. എനിക്ക് പ്രാക്ടിക്കലായി ചിന്തിച്ചേ പറ്റൂ. തൽക്കാലത്തെ ചുറ്റുപാടിൽ ഞാൻ അനിതയെ വെറുക്കുന്നതാണ് എനിക്കും അനിതയ്ക്ക് നല്ലത്. അങ്ങനെ പറയരുത് ബാലേട്ടാ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. തിരിച്ചൊന്നും പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ അവിടെ നിന്ന് മിണ്ടാതെ പോകുന്നത്. ഞാൻ അവിടെ എപ്പോഴും വന്നാൽ ആളുകൾ അതും ഇതും പറയും പോലും. കേസ് ജയിച്ച് കാശുകാരാവുന്നവരെ ഇപ്പോഴും ആൾക്കാരൊക്കെ എവിടെ ആയിരുന്നു? നിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ അർദ്ധരാത്രി കുട പിടിക്കുന്ന ടൈപ്പാണ്. ലളിതമായി പറഞ്ഞ അല്പൻ. ഇങ്ങനെ ചില ആൾക്കാരുമായി ഞാൻ പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളാം. എന്നെ വെക്കുള്ളൂ. ബാലേട്ടൻ എത്ര പറഞ്ഞാലും അധികമാവില്ല. അവർക്ക് വേണ്ടി ബാലേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാ കല്യാണം? വലിയ വീട്ടിലെ കല്യാണമാകുമ്പോ വിഭവസമർത്ഥമായ സദ്യ കാണുമല്ലോ. ഉണ്ണാൻ ഞാൻ വരും. ഒരു നേരത്തെ വിശപ്പ് പറയാ, അത്രയല്ലോ. ഒന്ന് മതിയാക്കൂ ബാലേട്ടാ. ആര് തീരുമാനിച്ചാലും ഉറപ്പിച്ചാലും എന്റെ ഇഷ്ടം കൂടാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ ശരിക്കുള്ള ഒരു തീരുമാനം ഇതുവരായില്ലേ? ബാലേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ടാണോ നമ്മൾ പരിചയപ്പെട്ടത്? ഞാൻ പോലും അറിയാതെ ബാലേട്ടൻ കാശ് കൊടുത്ത് സ്നേഹം വാങ്ങാൻ ശ്രമിച്ചത് എന്റെ കുറ്റമാണോ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വിചാരിക്കുന്നത് വിഡിത്തമാണ്. ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, ബാലേട്ടന് എന്നോട് സ്നേഹമുണ്ടോ?
പറയൂ ബാലേട്ടാ. നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ഒളിച്ചോട്ടമാണോ? അച്ഛനും അമ്മയും നിശ്ചയിച്ച ആളിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ആ സുഖം എനിക്ക് വേണ്ട. ഇപ്പൊ അതൊക്കെ തോന്നും, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ അതെല്ലാം വെറും ചാബല്യമായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യും. എനിക്ക് മടുത്തു. ഈ നഗരം എനിക്ക് ദുഃഖങ്ങൾ മാത്രമാണ് തന്നത്. നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി കണ്ടവന്റെ വാതിൽ മുട്ടുന്ന ജോലി ഞാൻ മതിയാക്കുകയാണ്. ആരും നോക്കാനില്ലാതെ കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട് നാട്ടിൽ. അവിടെ ഞാൻ അധ്വാനിക്കും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്നോട് അല്പം പോലും സ്നേഹമില്ലേ ബാലേട്ടന്? അനിത പോകുന്നുണ്ടോ? എനിക്ക് അല്പം സ്വൈര്യം വേണം. കാശില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ല കല്യാണവും കുടുംബജീവിതവും ഒന്നും. ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബാലേട്ടാ, പോവാനാ പറഞ്ഞേ. അനിതേ, വെക്കോളൂ. ഒന്നും പറയണ്ട, രാഷ്ട്രീയത്തെ പറ്റി പറയാൻ നമുക്കൊന്നും വലിയ ഒരു താല്പര്യമില്ലത്. നമസ്കാരം. കാണാം. അല്ല, പുറപ്പെട്ടോ? എന്താ? നാളെ 10 മണിക്കാണ് മുഹൂർത്തം, മറക്കരുത്. തീർച്ചയായിട്ടും വരും. നമസ്കാരം. നമസ്കാരം.